നവംബർ 1-ാം തീയതി നമ്മുടെ നിയമസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം ചേരാൻ തീരുമാനിച്ചിരുന്നു. ഒരു ദിവസത്തേക്കാ. അന്നാണ് കേരളത്തെ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത്. അതിദരിദ്രരായ ആളുകൾ ബാക്കിയുണ്ടെങ്കിൽ അവർ അതിനുശേഷം പുറത്തിറങ്ങാൻ പാടില്ല, കാച്ചിക്കളയും. ഇനി ശേഷിക്കുന്ന പട്ടിണിക്കാർ മുഴുവൻ ദരിദ്രർ എന്ന പദവിയിലായിരിക്കും അറിയപ്പെടുക. ഈ 1-ാം തീയതി സമ്മേളനത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു പ്രസ്താവന നടത്താൻ തീരുമാനിച്ചിരുന്നു. റൂൾ 300 അനുസരിച്ചുള്ള ഒരു പ്രസ്താവനയാണ്. ചില പ്രത്യേക വിഷയങ്ങളിന്മേൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ചിലപ്പോൾ ചില അംഗങ്ങൾക്കും പ്രസ്താവന നടത്താൻ അവസരം നൽകുന്ന ഒരു വകുപ്പാണ് ഈ 300. അന്നത്തേക്ക് തീരുമാനിച്ചിരുന്ന പ്രഖ്യാപന വിഷയം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 10,000 കോടി രൂപയുടെ പുതിയ ക്ഷേമ പദ്ധതികൾ അത് പ്രഖ്യാപിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, സംഗതി നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും നടന്നില്ല. പെട്ടെന്ന് ഈ PM ശ്രീ പദ്ധതി അതിൽ ഒപ്പുവെച്ച കാര്യം, അതിന്മേൽ CPI-യുമായിട്ടുണ്ടായ തർക്കം, വഴക്ക്, ബഹളം, അതിന്മേലൊരു തീരുമാനമുണ്ടായി. അതില് CPI-യുടെ പക്കൽ നിന്ന് നല്ല ഒന്നോന്തര മടി CPM വാങ്ങിച്ചു കെട്ടി. മേലാകെ ഗുരുതര പരിക്കുമായിട്ട് CPM നിൽക്കുകയാ. അങ്ങനെയാണെങ്കിൽ ഈ പരിക്കുകള് നമ്മുടെ ജനങ്ങൾ അറിയാതെ അവരുടെ ശ്രദ്ധയിൽ നിന്നൊന്നും മറച്ചു വയ്ക്കുന്നതിന് ഈ പ്രഖ്യാപനം ഇന്നലെ തന്നെ അങ്ങ് നടത്തി. ഈ വാർത്ത വരികയാണെങ്കിൽ, ഈ ക്ഷേമ പരിപാടികളുടെയൊക്കെ വാർത്ത വരുമ്പോൾ ഈ PM ശ്രീ പദ്ധതിയിൽ അടി കിട്ടിയതിന്റെ വാർത്തയുടെ കാഠിന്യം ഒന്ന് കുറയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ല. മറ്റേ വാർത്തയ്ക്കാണ് പ്രാധാന്യം കിട്ടിയത്. ഇന്നത്തെ പത്രങ്ങളും ചാനലുകളും എല്ലാം ആഘോഷിച്ചത് ആ വാർത്തയാണ്. CPM-ന്റെ മേൽ നേടിയ വിജയം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായ വീഴ്ച അല്ലെങ്കിൽ പരാജയം, അതിനാണ് ഇവരെല്ലാം പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് എന്ത് പറ്റി, ഉദ്ദേശിച്ച രീതിയിൽ ഈ 10,000 കോടി രൂപയുടെ ക്ഷേമ പദ്ധതികള്, പുതിയ പരിപാടികള് ജനങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. സാധാരണഗതിയിൽ ഇത്തരം പ്രഖ്യാപനങ്ങള് അല്ലെങ്കിൽ പുതിയ പദ്ധതികള് അല്ലെങ്കിൽ പെൻഷൻ കൂട്ടുന്നത്, ശമ്പളം വർദ്ധിപ്പിക്കുന്നത്, DA അനുവദിക്കുന്നത്, ഇതൊക്കെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലോ അല്ലെങ്കിൽ ബജറ്റ് പ്രസംഗത്തിലോ ഉൾപ്പെടുത്തുകയാണ് പതിവ്. അങ്ങനെയാണ് നിയമസഭയിൽ പ്രസ്താവിക്കുക. പക്ഷെ ഇവിടെ ഉദ്ദേശം വേറെയാണല്ലോ. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ ഒന്ന് ചൂടുപിടിപ്പിക്കാനാണല്ലോ ഈ പരിപാടി. എന്തൊക്കെയോ കിട്ടാൻ പോകുന്നു, എന്തൊക്കെയോ വരാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉയർത്തുക, അതാണ് ലക്ഷ്യം. അപ്പോൾ ഈ പ്രഖ്യാപനങ്ങള് നിയമസഭാ വേദിയിൽ നടത്തിയാൽ അതിനൊരു പ്രത്യേക ഗുമ്മ് കിട്ടും. അതുപോലെ തന്നെ ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരോ അങ്ങനെയൊക്കെ ചിന്തിച്ചു. അങ്ങനെയാണ് ഈ 1-ാം തീയതിയിലേക്ക് വെച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാ, CPI ചതിച്ചാശാനെ അവരവസാനം നമുക്കിട്ട് നല്ല 1-ാം തരം പണിയാ തന്നത്. അവരുടെ നിർബന്ധത്തിന് മുമ്പിൽ നമുക്ക് കീഴടങ്ങേണ്ടി വന്നു. പിണറായിയും പാർട്ടിയും എല്ലാവരും കീഴടങ്ങി. പത്രങ്ങളുണ്ടല്ലോ, ഫുൾ ടൈം അതങ്ങ് ആഘോഷിക്കുകയും ചെയ്തു. അതാ വാസ്തവത്തിൽ സംഭവിച്ചത്. PM ശ്രീ പദ്ധതി പുനഃപരിശോധിക്കും. അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു 7-അംഗ സമിതിയെ നിയോഗിക്കുന്നു. അതിൽ 2 മന്ത്രിമാർ CPL തന്നെയാണ്. ആ ഒരു കമ്മിറ്റി ഇത് പഠിക്കുന്നു. അതുവരെ ഈ പദ്ധതി നടപ്പാക്കുന്നത് മരവിപ്പിക്കും. അതാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനം. തീരുമാനം പറഞ്ഞാൽ പോരാന്നാ CPI പറഞ്ഞത്, എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. എത്ര രൂപ പത്രത്തിലാണെന്നറിയില്ല. ഏതായാലും പിണറായി വിജയന് അത് എഴുതി കൊടുക്കേണ്ടി വന്നു. ഇതാണ് ഇപ്പോൾ ഒരു കരാറ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ തർക്കത്തിൽ ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നത്. ഇത് CPM-നൊരു തിരിച്ചടിയായി, പിണറായിക്കും ഒരടിയായി. പക്ഷേ CPI-യുടെയും ബിനോയ് വിശ്വത്തിന്റെയും പ്രതിച്ഛായയുടെ ഗ്രാഫ് വാസ്തവത്തിൽ നല്ലതുപോലെ ഉയരുകയാണ് ചെയ്തത്. CPI-യെ പത്രങ്ങളും ചാനലുകളും ഒക്കെ പ്രശംസ കൊണ്ട് മൂടുകയാ. എന്തു തരത്തിലുള്ള ഹെഡിങ്ങുകളാണ് വരുന്നത്. ഒടുവിൽ CPI ശ്രീ, അതായത് PM ശ്രീക്ക് പകരം CPI ശ്രീ, തിരുത്തൽ ശക്തിയായി CPI, CPM മങ്ങി, CPI തിളങ്ങി, പൂട്ടിക്കെട്ടി PM ശ്രീ മുതലായ ഹെഡിങ്ങുകളുടെ ആലങ്കാരിക പ്രയോഗങ്ങളുടെ പ്രളയമാണ് പത്രങ്ങളില്. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിന്റെ സെൻട്രൽ സ്പ്രെഡ് 2 പേജുകൾ അത് വേണമെങ്കിൽ ഫ്രെയിം ചെയ്ത് നമ്മുടെ ബിനോയ് വിശ്വത്തിന്റെ ഓഫീസിൽ തൂക്കാവുന്നതേ ഉള്ളൂ. ഈ കളിയിൽ തോറ്റിരുന്നുവെങ്കിൽ നമ്മുടെ ബിനോയ് വിശ്വത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അദ്ദേഹത്തെ CPI-ക്കാരിലെ കൂടെ പൊരിച്ചു തിന്നുമായിരുന്നു. രായ്ക്ക് രാമാനം സ്ഥലം വിടാമെന്ന് വിചാരിച്ചാൽ പഴയതുപോലെ സോവിയറ്റ് യൂണിയനോ പോളണ്ടോ കിഴക്കൻ ജർമ്മനിയോ ഒന്നും ഒട്ടില്ലതാനും. പിന്നെ വരുന്നത് വരട്ടെ എന്നങ്ങ് തീരുമാനിച്ചു. അന്തം വിട്ടാൽ പിന്നെ എന്തും ചെയ്യുമല്ലോ. അതാണല്ലോ മനുഷ്യന്റെ ഒരു അവസ്ഥ. ഒന്നുകിൽ പൊരുതിച്ചാവുക, അല്ലെങ്കിൽ വിജയിക്കുക. അതാണ് ബിനോയ് വിശ്വം അല്ലെങ്കിൽ CPI എടുത്ത നിലപാട്. ഒടുവിൽ ഭാഗ്യവശാൽ മറ്റ് പല കാരണങ്ങളാൽ അവരുദ്ദേശിച്ച കടവിൽ വഞ്ചി അടുപ്പിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ CPM-ന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അഹന്തയ്ക്കും അഹംഭാവത്തിനുമേറ്റ അടിയായിരുന്നു CPI-യുടെ കയ്യിൽ നിന്ന്
അവർക്ക് ലഭിച്ചത്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും പിന്മാറുന്ന ആളല്ല നമ്മുടെ പിണറായി വിജയനാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വാഴ്ത്തുപാട്ട്. നമ്മളത് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഇരട്ടച്ചങ്കൻ എന്നൊരു ബഹുമതി അദ്ദേഹത്തിന് നൽകിയത് തന്നെ. പക്ഷെ CPIയുമായിട്ടുള്ള ഈ തായങ്കളിയില് ഇരട്ടച്ചങ്ക് പോയിട്ട് ഒരു ഫുൾ ചങ്ക് തന്നെ അദ്ദേഹത്തിനുണ്ടോ എന്ന സംശയമാണ് ഉണ്ടായത്. PM ശ്രീ കേസില് കീഴടങ്ങുകയല്ലാതെ വേറൊരു വഴിയില്ല എന്ന അവസ്ഥയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഇതുവഴി പാർട്ടിക്കുണ്ടായ നാണക്കേടിനും പരാജയത്തിനും അദ്ദേഹം കാരണഭൂതർ ആവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കീഴടങ്ങലിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. മറ്റു പല കാരണങ്ങളും ഇന്ന് മാധ്യമങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ, അതിൽ ഒന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായ എതിർപ്പ് അല്ലെങ്കിൽ പ്രതിഷേധം. CPMന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അനുഭവമാണ് ഈ PM ശ്രീ കരാർ ഒപ്പുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്. ഒരു പ്രധാനപ്പെട്ട കരാർ ഒപ്പുവയ്ക്കുക. ഈ കരാർ ഒപ്പുവയ്ക്കുന്നതിലൂടെ കേന്ദ്ര BJP സർക്കാരിനോടും BJPയോടും ഒത്തുതീർപ്പിലാവുക എന്നുള്ളതായിരുന്നു അതിന്റെ അർത്ഥം. അവരുടെ വിദ്യാഭ്യാസ നയങ്ങൾ നമ്മൾ കേരളത്തിൽ നടപ്പാക്കാമെന്ന സമ്മതിക്കൽ, ഉറപ്പു നൽകൽ ആയിരുന്നു ഈ കരാറ്. അത്തരത്തിലൊരു കരാറ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് വേണ്ടി ഡൽഹിയിൽ ഒപ്പുവയ്ക്കുന്നു. ഇത് പാർട്ടി അറിഞ്ഞിട്ടില്ല, പാർട്ടി മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല, സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തിട്ടില്ല, സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല, ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ പോലും അറിഞ്ഞിട്ടില്ല. എന്തിന്? പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പോലും അറിഞ്ഞിട്ടില്ല. ശിവൻകുട്ടിയും പിണറായി വിജയനും ഒഴികെ ബാക്കി എല്ലാവരെയും അർദ്ധരാത്രിയിലെ കൂരിരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ തീരുമാനം അല്ലെങ്കിൽ ഈ കരാറ് ഒപ്പുവയ്ക്കൽ നടന്നത്. ഇതറിയാവുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലെ രണ്ട് പേർ, അത് പിണറായി വിജയനും ശിവൻകുട്ടിയും മാത്രമായിരുന്നു. ശിവൻകുട്ടി വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആടിക്കളിക്കുന്ന ഒരു പാവ മാത്രമായിരുന്നു. ഇതിന്റെ പിന്നിലെ പ്രധാന വ്യക്തി അത് പിണറായി വിജയൻ മാത്രമായിരുന്നു. അത് കേന്ദ്രവുമായുള്ള ചില ധാരണകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ചർച്ച നടത്തിയതിനു ശേഷമാണ് വളരെ തിടുക്കത്തിൽ, വേണമെങ്കിൽ അതിനെ വൃത്തികെട്ട തിടുക്കം എന്ന് പറയാം, ഈ കരാർ ഒപ്പുവെച്ചത്. ഇത് പാർട്ടിയിൽ ആരും പ്രതീക്ഷിക്കാത്ത പ്രതിഷേധ കൊടുങ്കാറ്റാണ് ഉണ്ടാക്കിയത്. അത് പുറത്തേക്ക് വന്നിട്ടില്ല. അത് പാർട്ടിക്കുള്ളിൽ തന്നെ അമർത്തി നിർത്തുന്നതിന് പാർട്ടി നേതൃത്വം വിജയിച്ചിട്ടുണ്ടാവും. പക്ഷെ വലിയ പ്രതിഷേധമുണ്ടായി. ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണൻ പോലും പറഞ്ഞു, ഞാനിത് അറിഞ്ഞിട്ടില്ല. നമ്മുടെ MA ബേബി, ദേശീയ ജനറൽ സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് വിലയില്ല എന്ന് പിറ്റേന്ന് തെളിയുകയാ. ചർച്ച ചെയ്ത് പരിഹരിക്കും, ഈ കരാർ നടപ്പാക്കുകയില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അപ്പൊ CPI പറഞ്ഞു CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി നിസ്സഹായനാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് അപമാനകരമായ ഒരു പ്രസ്താവനയായിരുന്നു അത്. അദ്ദേഹം തിരക്ക് പിടിച്ച് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നത് CPIയുമായിട്ട് അനുനയം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തു. അദ്ദേഹം വന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായം, ഇത് സംബന്ധിച്ച അഭിപ്രായം സെക്രട്ടേറിയറ്റിൽ രേഖപ്പെടുത്താൻ വേണ്ടി തന്നെയായിരുന്നു. ആ അഭിപ്രായം രേഖപ്പെടുത്തൽ അത് പിണറായി വിജയന്റെ ഏകപക്ഷീയമായ നടപടിക്കെതിരായിട്ടുള്ള ഒരു പ്രതികരണം കൂടിയായിരുന്നു. അങ്ങനെ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു. തനിക്ക് നേരെ വിരലുകൾ ചൂണ്ടപ്പെടുന്നു, ചോദ്യങ്ങൾ ഉയരുന്നു എന്ന് ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കി. അത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം, പിന്നീട് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇതുവരെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ലാത്ത ഒരു അനുഭവമായിരുന്നു പാർട്ടിയിൽ നിന്നുള്ള ശക്തമായ പ്രതിഷേധം. അത് മാത്രമല്ല, CPMലെ നിരവധി ആളുകൾ ബിനോയ് വിശ്വവുമായും മറ്റു CPI നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. നിങ്ങൾ ഈ നിലപാടിൽ മുന്നോട്ട് പോകണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അവരെ വാസ്തവത്തിൽ ഈ പോരാട്ടത്തിൽ ഉറപ്പിച്ചു നിർത്തിയത് CPMന്റെ ചില നേതാക്കൾ തന്നെയായിരുന്നു. പാർട്ടിക്കുള്ളിൽ മാറുന്ന സമവാക്യങ്ങൾ പിണറായി വിജയൻ മനസ്സിലാക്കി അവസാനം കീഴടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. രണ്ടാമത്, PM ശ്രീ കരാർ ഒപ്പുവെച്ചതിനെതിരെ മന്ത്രിസഭയിലെ 4 CPI മന്ത്രിമാർ ഒന്നിച്ചൊപ്പിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു കത്തായിരുന്നു. അത് വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു അവിശ്വാസത്തിന്റെ പ്രകടനമായിരുന്നു. ഞങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ല എന്ന് പറയുന്നതിന് തുല്യമായിരുന്നു ആ കത്ത്. അത് മാത്രമല്ല, CPI ഒറ്റക്കെട്ടാണെന്നും ഈ വിഷയത്തിന്റെ പേരിൽ ആ പാർട്ടി ഏതറ്റം വരെയും പോകുമെന്നും ഈ കത്ത് പിണറായി വിജയന് വ്യക്തമാക്കി കൊടുത്തു. ഈ കത്തുമായി ചെന്ന മന്ത്രിമാരോട് ഈ വിഷയത്തിൽ ഇത്രയൊക്കെ വേണോ എന്ന് മുഖ്യമന്ത്രി ആരാഞ്ഞുവെന്നാണ് മാപ്രകള് പറയുന്നത്. അതെന്തായാലും
ഉടുവസ്ത്രം വരെ നഷ്ടപ്പെട്ട് നാണം കെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇതുവരെയെങ്കിലും പോകാൻ സാധിക്കുക? ഇത് വരാൻ പോകുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റുകളുടെ തുടക്കമായിട്ട് മുഖ്യമന്ത്രി മനസ്സിലാക്കി. അതും CPIയുടെ നിലപാടുകളുടെ മുമ്പിൽ കീഴടങ്ങുന്നതിനുള്ള ഒരു പ്രധാന കാരണമായി മാറി. ഭീഷണിപ്പെടുത്താനും വിരട്ടാനും പിണറായി വിജയൻ ഒന്ന് ശ്രമിച്ചു നോക്കിയതാ. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന ഈ നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു യോഗം, മില്ലുടമകളെ വിളിച്ചില്ല എന്ന പേരിൽ അദ്ദേഹം 2 മിനിറ്റ് കൊണ്ട് ആ യോഗം അവസാനിപ്പിച്ചു. അദ്ദേഹം വളരെ ക്ഷുഭിതനായിരുന്നു. 2 CPI മന്ത്രിമാരുടെ വകുപ്പുകൾ ചേർന്ന് വിളിച്ച യോഗമാണ്. ഈ മന്ത്രിമാർ 2 പേരോട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അവരുടെ മുമ്പിലാണ് ഈ ക്ഷോഭം അദ്ദേഹം പ്രദർശിപ്പിച്ചത്. ആ യോഗം പെട്ടെന്ന് റദ്ദാക്കി അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത്. ഭീഷണിപ്പെടുത്താനായിരുന്നു. 2 കൈകള് കൂട്ടിപ്പിടിച്ച് ഒരു പ്രത്യേക ആക്ഷൻ അദ്ദേഹം നടത്തി നോക്കി. പക്ഷേ CPI അതിന് വഴങ്ങിയില്ല. അൾട്ടിമേറ്റ്ലി എന്താണ് സംഭവിച്ചത്? ഊരിപ്പിടിച്ച വാളുകളുടെയും ഊങ്ങിപ്പിടിച്ച കത്തികളുടെയും നടുവിലൂടെ മാത്രം നിർഭയം നടന്നിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ഇതാദ്യമായിട്ട് CPI എന്ന് പറയുന്ന അവരെക്കാൾ ചെറിയ പാർട്ടിയുടെ മുമ്പില് ഉടവാളും മടവാളും പൊതുവാളും വെച്ച് കീഴടങ്ങേണ്ടി വന്നു. ഈ കരാർ റദ്ദാക്കണമെന്നാണ് CPI ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ ഇത് മരവിപ്പിച്ച് നിർത്തിയിരിക്കുക. പക്ഷെ ഈ ഫ്രീസിങ് അല്ലെങ്കിൽ ഈ മരവിപ്പിക്കൽ എത്ര കാലം തുടരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒരു 7 അംഗ സമിതി അവരിതിനെക്കുറിച്ച് പഠിക്കണം, പഠിച്ചിട്ടൊരു തീരുമാനമെടുക്കണം. എന്നിട്ട് വേണം അത് മരവിപ്പിക്കൽ എന്ന അവസ്ഥ മാറ്റി സജീവമാക്കണോ എന്ന് തീരുമാനിക്കുക. ഈ ഉപസമിതിയുടെ റിപ്പോർട്ട് അങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ, അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നീളുകയാണെങ്കിൽ ഫലത്തിൽ PM3 കരാറ് റദ്ദാവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കിനി കേരളത്തിൽ അതിദരിദ്രർ ഇല്ല എന്ന ഗുണ്ടും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള 10,000 കോടി രൂപയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന സ്റ്റണ്ടുമായിട്ട് മുന്നോട്ട് പോകാം. ഇതിനൊക്കെ പണം എവിടെയാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന്റെ മുമ്പിൽ യാതൊരു മറുപടിയുമില്ല. ചെയ്യാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ അങ്ങ് വെട്ടും, കടും വെട്ട് തന്നെ നടത്തും. അതായത് ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന പ്രയോജനങ്ങൾ ഇല്ലാതാക്കി പുതിയ എന്തോ സൗജന്യങ്ങൾ തരുന്നു എന്നൊരു തോന്നൽ പ്രതീതി സൃഷ്ടിക്കുക മാത്രമാണ്. ബിനോയ് വിശ്വത്തിനോടും സെറ്റിനോടും ഒരു ചെറിയ മുന്നറിയിപ്പ് നൽകാനുണ്ട്. നിങ്ങൾ നോവിച്ചു വിട്ടിരിക്കുന്നത് ഒരു സാധാരണ മൂർഖൻ പാമ്പിനെ അല്ല, പിണറായി വിജയനെയാണ്. പിണറായി വിജയൻ എന്ന രാജവെമ്പാലയാണ്. സൂക്ഷിച്ചോണം. ഇനിയും നിങ്ങൾ ഈ മുന്നണിയിൽ അവരുടെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടവരാ. എപ്പോഴും എവിടെയാണ് പണി കിട്ടുക എന്നുള്ളത് അത് ശ്രദ്ധിച്ചിരിക്കണം.